കൂട്ടുകാർക്ക് ഇന്നത്തെ വിശേഷങ്ങൾ അറിയണ്ടേ? കാത്തു ജോലിക്ക് പോയേ. ഇന്നലെ രാത്രി വാങ്ങിച്ച ആലു പൊറോട്ട അതങ്ങ് ചൂടാക്കാൻ വെച്ചേ. ഇത് രാവിലെ കാത്തുവിന് വേണ്ടി ഉണ്ടാക്കിയ വാഴയ്ക്ക മെഴുക്ക് വരട്ടി. മീനാക്ഷിക്ക് ആലു പൊറോട്ട ഭയങ്കര ഇഷ്ടമാണേ. അത് ചൂടാക്കാൻ വെച്ചിരുന്നതാ. അയ്യോ, കൈപൊള്ളിപ്പോയി. രാവിലെ ആലു പൊറോട്ട ചൂടാക്കി ചായയുമായിട്ട് മീനാക്ഷിക്ക് കൊടുത്തേ. ഇന്ന് കിട്ടിയ മീനൊക്കെ കാണിച്ചു തരാമേ. കണ്ട, 2 വലിയ വാള കിട്ടി. പിന്നെ കുറച്ച് കണവ. അതിൽ ഒരു കണവയ്ക്ക് തലയില്ലായിരുന്നേ. പാവം, അതിൻ്റെ തല ആരോ അടിച്ചു മാറ്റിക്കൊണ്ടുപോയി. പിന്നെ ചാള കിട്ടി. കണ്ട, വാള, കണവ. ഈ കണവ മീനാക്ഷിക്ക് പിടിച്ചില്ല, ചൊറി പിടിച്ചോലിരിക്കണത്രേ. പിന്നെ പെട്ടെന്ന് പോയി മീനൊക്കെ കഴുകി വൃത്തിയാക്കി അകത്ത് കയറുമ്പം എനിക്ക് പതിവുള്ളൊരു വിശപ്പുണ്ടല്ലോ. മീൻ കഴുകി അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഭയങ്കര മുടുത്താൻ വിശപ്പായിരിക്കും. മിക്കവാറും പഴമായിരിക്കും കഴിക്കുന്നത്, അല്ലേ ദോശ, എന്തിരുന്നാലും ഞാൻ എടുത്ത് കഴിക്കും. എല്ലാ മീനും കഴുകി കഴിഞ്ഞിട്ടുണ്ട്. ചാള 2 ഐറ്റം ഉണ്ടായിരുന്നു. നാടൻ ചാളയെന്നും മത്തിയെന്നും പറഞ്ഞിട്ട് 2 ഐറ്റം, 2 ആയിട്ട് സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ചാളയിൽ കുറച്ചെടുത്ത് കറി വയ്ക്കാനിട്ടു. ഇത് വാള, ചാള, വാള, ചാള, വാള. ചാളയിൽ തന്നെ 2 തരം ഉണ്ടായിരുന്നു, എല്ലാം കൂടെ മിക്സായിട്ടാണ് കിട്ടിയത്. ഇത്രയും വാള പൊരിക്കാനാണ്. കണ്ട, എന്ത് ഭംഗിയാണ് കാണാൻ, എന്ത് ടേസ്റ്റാ. ഇത് മത്തി ഇത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ. മത്തി ഫുള്ള് പൊരിച്ചു. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് മരിച്ചിനി ഉണ്ടായിരുന്നത് കഴുകി അടുപ്പത്താക്കി. മരിച്ചിനി റെഡി. ഞാൻ ഇച്ചിരി ലൂസായിട്ടാണ് മരിച്ചിനി വയ്ക്കുന്നത്. പിന്നെ ഇന്നലത്തെ 2 ദിവസത്തിൻ്റെ ബാക്കി വാഴത്തട ഉണ്ടായിരുന്നു, അതിനി നാളത്തേക്കും കൂടെ വരും. അപ്പം ആ തോരൻ റെഡിയാക്കി. ഇനി ചോറെടുക്കട്ടെ. ചോറ്, അല്പം കപ്പ, പിന്നെ വാഴത്തട തോരൻ, രാവിലത്തെ വാഴയ്ക്ക മെഴുക്ക് വരട്ടി, പിന്നെ വാള പൊരിച്ചതും മത്തി പൊരിച്ചതും. മീൻകറി മാത്രം ഇതിലൊഴിച്ചില്ല, അത് കോരി ഒഴിച്ച് കഴിച്ചോളാം. ചോറ് കഴിച്ച് കഴിഞ്ഞിട്ട് അടുത്തൊരു ടാസ്ക് ഉണ്ടേ. എന്ത് പറയാനാ, കണവയുടെ പണി ഇനിയും കിടക്കുന്നേ ഉള്ളൂ. കണവയും കൂടെ വൃത്തിയാക്കിയതിന് ശേഷം ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചിരുന്നെങ്കിൽ ഇന്ന് 4 മണിയായാലും ചോറ് കഴിക്കാൻ പറ്റൂലായിരുന്നു. ബിക്കോസ് ഈ കണവ വൃത്തിയാക്കി കഴിഞ്ഞപ്പം മണി 4:30. കണവ വൃത്തിയാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞാൻ എൻ്റെ പാട്ടിന് പോയി ഗൈസ്.